കോഴിക്കോട് DMO ഓഫീസിൽ ഒരേ സമയം 2 DMOമാർ. സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവിക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാതെ നിലവിലെ DMO. സ്ഥലം മാറ്റത്തിനെതിരെ നിലവിലെ DMO രാജേന്ദ്രൻ സ്റ്റേ വാങ്ങിയിരുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുള്ള. സമീർ, ഇതൊരു സിനിമയിലെ രംഗത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു DMO എത്തുന്നു, പക്ഷേ മറ്റേ DMO അവിടെ നിന്ന് പോകുന്നില്ല, സ്റ്റേ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും ഗോപി സൂചിപ്പിച്ചതുപോലെ അയാൾ കഥ എഴുതുകയാണ് എന്നുള്ള സിനിമയിലെ അതേ രംഗങ്ങൾക്കാണ് ഇന്ന് കോഴിക്കോട് DMO ഓഫീസ് സാക്ഷ്യം വഹിച്ചത്. 2 DMOമാരാണ് ഒരേ സമയം കസേരയ്ക്ക് വേണ്ടിക്കൊണ്ട് പിടിവലി കൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ മാസം 9-നാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ, അതായത് സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലെ DMO ആയിട്ടുള്ള ഡോക്ടർ N രാജേന്ദ്രന് ഇവിടുന്ന് സ്ഥലമാറ്റം ഉണ്ടായി. എന്നാൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ചില സ്റ്റേകൾ വാങ്ങി എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ എറണാകുളം DMO ആയിട്ടുള്ള ഡോക്ടർ ആശാദേവിയാണ് ഇങ്ങോട്ട് സ്ഥലം മാറിയെത്തിയത്. അവരും ഇന്ന് DMO ഓഫീസിലെത്തി. ഒരേ സമയം ഈ ക്യാബിനിൽ 2 പേരും മുഖാമുഖം നോക്കി ഏറെ നേരം ഇരുന്നതല്ലാതെ ഡോക്ടർ N രാജേന്ദ്രൻ ആശാദേവിക്ക് മാറിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുമായി ബന്ധപ്പെട്ട് ചില വാഗ്വാദങ്ങളും ഉണ്ടായി. ആ വേളയിൽ അദ്ദേഹം പറയുന്നത് തനിക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ട്. നേരത്തെയുള്ള സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് താൻ കോടതിയെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഉത്തരവിന് സ്റ്റേ ഉള്ള സാഹചര്യത്തിൽ താൻ തന്നെയാണ് DMO, അതുകൊണ്ട് താൻ മാറി നൽകില്ല എന്നുള്ള നിലപാടുമായി ഡോക്ടർ N രാജേന്ദ്രൻ മുന്നോട്ട് പോകുന്നു. അതേസമയം ആ ഉത്തരവിനെ താൻ മറികടന്നിട്ടുണ്ട് എന്നും അതിനാൽ തന്നെ താനാണ് ഇപ്പോൾ DMO, തനിക്ക് ഈ സീറ്റ് മാറി നൽകണം, ഈ ക്യാബിനും തനിക്ക് ലഭ്യമാക്കണം എന്നുള്ള ആവശ്യമായി ഡോക്ടർ ആശാദേവിയും ഇതുമായി ബന്ധപ്പെട്ട് ഏറെ നേരം ചർച്ച നടത്തി. പക്ഷേ ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടില്ല. ഇരുവരും ഏറെ നേരത്തെ വാഗ്വാദങ്ങൾക്കൊടുവിൽ 2 ഡോക്ടർമാരും പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ 2 പേരും ഇവിടെ നിന്ന് പോയിട്ടുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്. ഈ അസ്വാരസ്യം പരിഹരിക്കുന്നതിന് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകും, ഇടപെടൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ N രാജേന്ദ്രനും ഡോക്ടർ ആശാദേവിയും തമ്മിൽ മുഖാമുഖം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഏറെ നേരം കളക്ടറേറ്റിലുള്ള ഈ DMO ഓഫീസിൽ ചർച്ചയൊക്കെ നടന്നിരുന്നു. എന്തായാലും അനിശ്ചിതത്വം തുടരുകയാണ്. സമീർ സി മുഹമ്മദ്, അനിശ്ചിതത്വം തുടരുകയാണ്. വകുപ്പ് ഇടപെടുമെന്ന് നമുക്ക് കരുതാം, ആരോഗ്യവകുപ്പ് ഇടപെടുമെന്ന് നമുക്ക് കരുതാം. 2 DMOമാർ, ഒരു കസേര എന്ന സാഹചര്യമാണ്. എല്ലാവരും എഴുതിയിരിക്കുന്നത് അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയാണല്ലോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരുടെയും പ്രതികരണം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന ചോദ്യമുണ്ട്. റീന സതീശൻ പറഞ്ഞത് ഇതെന്താ അയാൾ കഥ എഴുതുകയാണെന്ന സിനിമ എന്തൊക്കെ കാണണം നമ്മൾ. മിനി ബാബു ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ രവികുമാറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ സർക്കാരിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മരടിൽ ഈ പ്രഹസനം കാണിക്കുമായിരുന്നു, കഷ്ടം എന്ന് രവികുമാർ വിലപിക്കുന്നുണ്ട് മരടിലെ സംഭവ വികാസങ്ങൾ ഓർത്ത്. നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം. നമുക്ക് വീണ്ടും നാട്ടിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയും ചെയ്യാം. പൊതുജനം കഴുതയല്ല സാർ തുടരും ഇടവേളയ്ക്ക് ശേഷം.